السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സമ്മന്നരായ പണ്ഡിതവര്യന്മാരെ, ഇപ്പോൾ തന്നെ ഈ സദസ്സിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അലിക്കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിന്റെ ചെയർമാൻ കൂടിയായ ബാബു ഉസ്താദ് അവர்களுമൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ജനപ്രതിനിധികൾ, വളരെയധികം ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാണ്. ഇതിലിപ്പോൾ ഞങ്ങളെല്ലാം വന്നിട്ടുള്ളത്, നിങ്ങളിതിലിപ്പോൾ ഒരു അതിഥി എന്ന നിലയിലെല്ലാം ഞങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്, അതിഥികളല്ല. അതിഥികളൊക്കെ ഇപ്പോൾ ഹോം മിനിസ്റ്ററും പിന്നെ ശ്രീ പ്രേമേന്ദ്രനും ഒക്കെ അതിഥികളാണെങ്കിലും നമ്മളെല്ലാം ഒരേ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. സമസ്തയുടെ കൂടെ നിഴല് പോലെ നടന്നു പോന്നിട്ടുള്ള ആളുകളുമാണ്. പ്രാസ്ഥാനികമായൊരു ബന്ധമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെല്ലാം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം അത് സമസ്തയുമായി സാധാരണഗതിയിലുള്ള ബന്ധമല്ല, ഹൃദയബന്ധം പുലർത്തുന്ന രണ്ട് സംഘടനകളാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഞാൻ ദീർഘമായൊരു പ്രസംഗമല്ല ചെയ്യുന്നത്. ഇവിടെ ഹോം മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ സമസ്തയുടെ സമ്മേളനത്തിൽ ഈ വിഷയം എടുക്കുന്നത്? അതിന്റെ പ്രത്യേകതയാണ് ആദ്യം. ലോകത്ത് മനുഷ്യർ തമ്മിലുള്ള യോജിപ്പ്, സാഹോദര്യം, ഐക്യം, സംഘർഷമില്ലാത്ത ലോകം, അതേക്കുറിച്ച് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനാണ്. കാരണം ഇസ്ലാമിക പ്രത്യയശാസ്ത്രം മാനവികതയിൽ ഊന്നിക്കൊണ്ടാണ്, സൗഹാർദ്ദത്തിൽ ഊന്നിയതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. അപ്പൊ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ധർമ്മമാണ് മതേതരത്വത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ബഹുസ്വര സമൂഹത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചുമെല്ലാം ഉള്ള ചർച്ച എന്ന് പറയുന്നത്. ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ലോകത്തെ എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. ലോകത്ത് അവസാനമുണ്ടായ മതമാണ് ബഹായി മതം. ഡൽഹിയിൽ ചെന്ന് നോക്കിയാൽ ഡൽഹിയിൽ കാണുന്ന ഏറ്റവും നല്ല ആരാധനാ കേന്ദ്രം ലോട്ടസ് ടെമ്പിളാണ്. ബാക്കി എല്ലാത്തിനേക്കാളും ഭംഗിയുള്ളൊരു ആരാധനാ കേന്ദ്രമാണത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് 50 ഏക്കർ സ്ഥലം ഡൽഹിയിൽ കൊടുത്തുകൊണ്ടാണ് ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ പുതിയ മതത്തിന് ആസ്ഥാനം കൊടുത്തത്. എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്, എല്ലാ സംസ്കാരങ്ങളും ഉണ്ട്, വിവിധ വേഷങ്ങൾ, വിവിധ ചിന്താഗതികൾ, എല്ലാം കൂടി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ മതവിഭാഗവുമായി ബന്ധപ്പെട്ടവരുടെയും സംഭാവനകൾ ഇവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വ സംസ്കാരത്തിന്റെ ഒരു സംഗമഭൂമിയാണ്. അങ്ങനത്തെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള അവസാനം ശ്രീ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ലോകത്തിന് ഇന്ത്യയെക്കുറിച്ച് വലിയ ബഹുമാനമായി. ഗാന്ധിജി, ഞാൻ കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മളെ കുട്ടികൾ വിളിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ ലണ്ടനിൽ പോയി. അപ്പൊ അവരെന്നെയും കൂട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ലണ്ടൻ പാർലമെന്റിന്റെ മുമ്പിൽ ചെന്നു. അവിടെ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രതിമയുണ്ട് അതിന്റെ മുമ്പിൽ ഒരു അരികെ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം കുറച്ച് വ്യത്യസ്തമായി കുറച്ചും കൂടി ഒരു തിണ്ണ അങ്ങോട്ട് കെട്ടി അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച മഹാനാണ്, അതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അങ്ങനത്തെ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുമ്പിൽ അവർ വെച്ചിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ പ്രതിമ. മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത അതാണ്. അങ്ങനെ മഹാത്മാഗാന്ധിജിക്ക് ജന്മം കൊടുത്ത ഇന്ത്യ മഹാരാജ്യം ഇന്ന് മഹാത്മാഗാന്ധിയുടെ ഘാതകനെ ബഹുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. ആ വിധത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ നന്മകളും തകർക്കുന്ന ശ്രമകരമായ ജോലിയാണ്. തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തെ ക്ഷണിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയും ഹേറ്റ് ഇൻ ഇന്ത്യയും രണ്ടും ഒരുമിച്ച് പോവില്ല. ഇന്ത്യയിൽ വെറുപ്പുണ്ടാക്കുക, ഇന്ത്യയിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ ആളെ വിളിക്കുക, ഇത് രണ്ടും ഒരുമിച്ച് പോകാത്ത കാര്യങ്ങളാണെന്ന കാര്യം നമുക്കറിയാം. സാഹിത്യകാരന്മാര്, ചിന്തകന്മാർ, സാംസ്കാരിക നായകന്മാർ ഇവരെല്ലാം ഈ നയത്തിനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി 1-2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ രാഷ്ട്രപതി പറഞ്ഞതിനെയും ഇവർ വിമർശിക്കുകയാണ്. ഹാമിദ് അൻസാരി സാഹിബ് വൈസ് പ്രസിഡന്റ് ലോകത്തോട് പറഞ്ഞു, ഇന്ത്യയിൽ അഫർമേറ്റീവ് ആക്ഷൻ വേണം, വിവേചനം അവസാനിപ്പിക്കാൻ. അദ്ദേഹത്തെ പോലും പ്രതിപട്ടികയിൽ നിർത്തുകയാണ് ഇന്നത്തെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കെല്ലാം അറിയാം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂനപക്ഷ അവകാശങ്ങളാണ്. ഇപ്പോൾ നടക്കുന്ന എന്താണ്? ന്യൂനപക്ഷ അവകാശങ്ങൾ തന്നെ വേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു കളയുകയാണ്. നമുക്കെല്ലാം അറിയാം, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കേരളത്തിൽ കൊണ്ടുവന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കേരളത്തിൽ ഇല്ലാതാക്കുന്ന ശ്രമത്തിലാണ് BJP ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെയും രണ്ടിന്റെയും ന്യൂനപക്ഷ സ്വഭാവങ്ങൾ എടുത്തു കളയണമെന്ന് അവർ കോടതിയിൽ തീരുമാനം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അറ്റോർണി ജനറൽ ഇത് സംബന്ധിച്ച തീരുമാനം കോടതിയുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞു. ആ നിലയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശാധികാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഹനിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇവിടെ. നമുക്കെല്ലാം അറിയാം, 1982 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് നിയോഗിച്ച ഗോപാൽ സിംഗ് കമ്മീഷൻ തൊട്ട് 2006 വന്ന സച്ചാർ കമ്മിറ്റി, അതിനുശേഷം 2007 വന്ന രംഗനാഥ മിശ്ര കമ്മീഷൻ, അവസാനം വന്ന കുണ്ടു കമ്മീഷൻ റിപ്പോർട്ട്, ഇതെല്ലാം എടുത്തു നോക്കിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പരമദയനീയമാണ്. അവയെല്ലാം തിരുത്താൻ വേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും അതിനെ എതിർക്കുന്ന വിധത്തിലേക്കാണ് ഭരണകൂടം നീങ്ങുന്നത്. ഇന്ത്യൻ ജനസംഖ്യയിൽ 13.4% ലോകത്തിലെ തന്നെ മുസ്ലിം പോപ്പുലേഷനിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ എല്ലാം നമുക്ക് ധാരാളം മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായി കാണേണ്ടതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16, 17, 18, അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 29, 30, 31 ഇതൊക്കെ തന്നെ എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാം പറയുന്ന അവകാശാധികാരങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഭരണഘടനയാണ്. ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താണ്? ഈ ഭരണഘടന തന്നെ ബഹുമാനിക്കാതെ അവയെല്ലാം തന്നെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അതിനെതിരായി വളരെ ഗൗരവമായി പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദലിത് വിഭാഗങ്ങൾ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വീക്ഷണമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. മതേതരത്വത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു സഭയാണിത്. സമസ്ത തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ നന്മകൾ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നമുക്കറിയാം, ഇന്നിപ്പോ എവിടെ ഒരു തീവ്രവാദം വന്നാലും, ഒരു ഭീകരത വന്നാലും അതിന് ഇസ്ലാമിന്റെ പേരിൽ കൂട്ടിച്ചേർത്ത് വായിക്കാൻ വേണ്ടിയാണ് ചിലർ ശ്രമിക്കുന്നത്. ഇവിടെ ചില നേതാക്കന്മാരെല്ലാം അതിനെപ്പറ്റി സൂചിപ്പിച്ചു. ഇസ്ലാം ഒരിക്കലും
ഇത്തരം വിഘട കാര്യങ്ങളെ, വർഗീയതയെ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാണിച്ച മാതൃക എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് മുമ്പ് എന്തായിരുന്നു അറേബ്യ എന്നറിയുന്നവരാണ്, എന്നെക്കാൾ അറിയുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഗോത്രവഴക്കുമായി പരസ്പരം കലഹിച്ച് തമ്മിലടിച്ച് കഴിഞ്ഞിരുന്ന ജനവിഭാഗത്തെ യോജിപ്പിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു തിരുനബി ചെയ്തിരുന്നത്. അക്രമം ചെയ്യാത്ത ഒരു സമൂഹമായി അവരെ മാറ്റിയെടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിൽ ഉണ്ടായിട്ടുള്ള മദീന കരാറൊക്കെ ലോകം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്നും അത് പ്രസക്തമാണ്, ഏത് കാലത്തും. അതുപോലെ തന്നെ മതത്തിൽ ആരെയും നിർബന്ധിക്കാതെ, മതത്തിൽ നിർബന്ധമില്ല, എല്ലാവരുടെയും അവകാശാധികാരങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിക തത്വം ലോകത്തിന് മുമ്പിൽ വന്നതും പ്രചരിച്ചതും ഒക്കെ ഉയർന്നു വന്നതുമൊക്കെ. ഇസ്ലാം വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചതാണെന്നും അക്രമത്തിൻ്റെതാണെന്നും ഒക്കെയുള്ള ദുരാരോപണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അവതരിപ്പിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ഹജ്ജത്തുൽ വിദാഇൽ ചെയ്തിട്ടുള്ള പ്രസംഗം ഇവിടെ പ്രേമന്തരൻ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു. പല ചെറിയ പ്രസംഗമായിരുന്നു അത്. രണ്ട് കാര്യങ്ങൾ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു. എല്ലാവരും ആദമിന്റെ സന്തതികളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവനുമാണ്. അതുകൊണ്ട് അറബിക്ക് അനറബിയേക്കാൾ തഖ്വയുടെ കാര്യത്തിൽ അല്ലാതെ മറ്റൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹൃസ്വമായ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യവർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം സ്ത്രീകൾ നിങ്ങളുടെ അമാനത്താണെന്നുള്ളതാണ്. അപ്പൊ സ്ത്രീ ഇന്ന് നമ്മൾ നാനായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇക്വാലിറ്റിയാണ്, ഈ ലിംഗസമത്വം. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് സ്ത്രീയെ നിങ്ങൾ അമാനത്താക്കണം, അതുകൊണ്ട് അവരെ നിങ്ങൾ ദ്രോഹിക്കരുത്, അവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് സ്ത്രീയുടെ അവകാശങ്ങൾ ഏറ്റവും വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ എല്ലാം നോക്കിയാൽ ഇസ്ലാം ആധുനിക കാലഘട്ടം നേരിടുന്ന എല്ലാവിധ പ്രതിസന്ധിയുടെയും സംഘർഷത്തിന്റെയും അവസാനം കുറിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായും ഇതുപോലെ മൗലിക പ്രധാനമായ ഒരു വിഷയം മുൻനിർത്തി ചർച്ച നടത്താൻ മറ്റാരെക്കാളും അർഹതയുള്ള പ്രസ്ഥാനമാണ്. ഈ കാലിക പ്രസക്തമായ ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ എളിയൊരു സഹപ്രവർത്തകൻ കൂടിയായ എനിക്ക് ഈ സമ്മേളനത്തിൽ വന്ന് ഈ ദുആയിലെല്ലാം പങ്കെടുക്കാനും ഈ മഹാന്മാരുടെ കൂടെ അല്പസമയം ചെലവഴിക്കാനും അവസരമുണ്ടാക്കിയതിന് പ്രത്യേകമായി നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ സർവശക്തനായ അല്ലാഹു അവന്റെ മഹത്തായ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.